ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഋഷിയും ഞാനും വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ വരെ പോകാമെന്ന്. ഇപ്പൊ സമയം വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ പാർക്കിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. ഋഷി ഭയങ്കര സന്തോഷത്തിലാണ്. പുതിയ ഡ്രസ്സും ഷൂസും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഋഷിക്ക് അറിയാം എവിടെയോ യാത്ര പോകാനാണെന്ന്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു അമ്മയാണിത്. ഈ അമ്മ മറാഠിക്കാരിയാണ്. നമ്മൾ പറയുന്ന അമ്മയ്ക്കും അമ്മ പറയുന്നത് നമ്മക്കും മനസ്സിലാവില്ലെങ്കിലും ഋഷി അമ്മയും തമ്മിൽ നല്ല കമ്പനിയാണ്. ഋഷി അമ്മൂമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്ത് പെട്ടെന്ന് വണ്ടിയിൽ കയറി. ആൾക്ക് അവിടെ നിൽക്കണ്ട, എങ്ങനെയും ബൈക്കിൽ കയറി പോയാൽ മതി. ഇതാ അങ്ങനെ പാർക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടൻ നമ്മളെ അവിടെ വിട്ടിട്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് പോവാണ്. പാർക്കിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു ഫീസൊക്കെ ഉണ്ട്. 20 രൂപയുള്ളൂ ഒരാൾക്ക്. അപ്പോൾ നമുക്ക് മറാഠി അറിയാത്തത് കൊണ്ട് അവർ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ മനസ്സിലായി. പേര് ചോദിച്ചതൊക്കെ മറാഠിയിലാണ്. അപ്പോൾ പേരെന്നുള്ള മറാഠി വേർഡ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് ഞാൻ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ അവർ ഹിന്ദിയിൽ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്ത് അകത്തേക്ക് പോവാണ്. ഫോട്ടോഷൂട്ടിന് എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ളൊരു പാർക്കാണ് കേട്ടോ. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും വന്നിരിക്കാനൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഋഷിയെ താഴെ നിർത്തിയതുമല്ല, ഋഷി ഓട്ടം തുടങ്ങി. പിന്നെ ഋഷി നിന്നിട്ടേയില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു കരടിയുടെ രൂപമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഋഷി നേരെ ചെന്ന് അതിന്റെ കാലിലൊക്കെ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്. ഋഷി ഓടടാ ഓട്ടമാണ്, നിൽക്കുന്നതേ ഇല്ല. ഞാൻ പെട്ടു ഗൈസ്. എടുത്തോണ്ട് നടക്കാന്ന് വെച്ചപ്പോ ഋഷി അതിന് സമ്മതിക്കുന്നില്ല. കയ്യിൽ പിടിച്ചപ്പോ എന്നെയും വലിച്ചോണ്ട് ഓടി. ഇതൊരു ബയോളജിക്കൽ പാർക്കാണ്. ഒരുപാട് വ്യത്യസ്ത ഇനം മരങ്ങള് ഇവിടെയുണ്ട്. അതിന്റെ എല്ലാം പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇരുന്ന് വിശ്രമിക്കാനായിട്ട് നല്ല പുൽത്തകിടികളുണ്ട്. അതുപോലെ തന്നെ ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഋഷി നിർത്താതെ ഓട്ടമാണ്. ഓടി ഓടി ഞാൻ തളർന്നു. അവന്റെ ഒപ്പം ഓടിയെത്താൻ പറ്റുന്നേ ഇല്ല. ശരിക്കും അവന് വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബോറടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവരോ ഒരുപാട് പേരൊന്നും സംസാരിക്കാനും കളിക്കാനും ഒന്നും ഇല്ലല്ലോ. ഞാനും അവനും മാത്രമാണ് എപ്പോഴും. അപ്പൊ അതിന്റെ ഒരു ബോറടി അവനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഋഷിയെ ചെയറിലിരുത്താൻ ഞാനൊരു ശ്രമം നടത്തി, പക്ഷെ നടന്നില്ല. അവൻ വീണ്ടും ഇറങ്ങി ഓടുകയാണ്. ഇവിടെ കുറെ താറാവുകളെയും മുയലുകളെയും ഒക്കെ കാണാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ രസമാണ്. ഋഷി കൈയൊക്കെ ആട്ടി താറാവിനെയൊക്കെ വിളിക്കുന്നുണ്ട്. സ്ഥിരം സന്ദർശകരായ കുട്ടികളൊക്കെയാണെന്ന് തോന്നുന്നു. മുയലിനുള്ള ക്യാരറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ താറാവിനെയൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു മലയാള ശബ്ദം കേൾക്കുന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊന്നും മലയാളീസ് ആരുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയപ്പോൾ ഒരമ്മയും അച്ഛനും 2 കുട്ടികളുമാണ്. ശരിയാണ്, ഞാൻ ആ ചേട്ടനെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. നമ്മുടെ വീടിനടുത്തല്ല, കുറച്ച് ദൂരെയായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്.
അവര് ഹസ്ബൻഡും വൈഫും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ചേട്ടനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഇവിടെ അവരെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, അങ്ങനെയുള്ള പരിചയങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവർ കുറെ വർഷങ്ങളായിട്ടേ ഇവിടെ തന്നെയാണ്, വല്ലപ്പോഴും മാത്രമേ നാട്ടിൽ പോവാറുള്ളൂ. കുട്ടികളൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത്. ചേട്ടനെയും ചേച്ചിയെ കണ്ടപ്പോൾ പിന്നെ ഋഷിയുടെ കാര്യം പറയണ്ട, ഋഷി ഡബിൾ ഹാപ്പിയായി. കുഞ്ഞുങ്ങളുടെ പാർക്കിലേക്ക് ഇനിയാണ് പോകുന്നത്. അപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ ഉണ്ടായതുകൊണ്ട് ഋഷിക്കൊരു കൂട്ടായി. അപ്പൊ അവരോടൊപ്പം ഋഷി പാർക്കിലേക്ക് പോയി. ഋഷി കൊച്ചു കുഞ്ഞായതുകൊണ്ട് എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റില്ലല്ലോ. എന്നാലും എല്ലാത്തിലും ഒക്കെ ഒന്ന് ഓടി നടന്ന് കണ്ട് ചേട്ടനും ചേച്ചിയും അവിടെയുള്ള കുട്ടികളും ഒക്കെ കളിക്കുന്നതൊക്കെ കണ്ടിങ്ങനെ ഓടി നടക്കുകയായിരുന്നു. പറ്റുന്ന ടോയ്സിലൊക്കെ ചേട്ടനും ചേച്ചിയും കൂടി ഋഷിയെ കയറ്റി. നല്ല കുട്ടികളായിരുന്നു കേട്ടോ. അവരുടെ പേര് ഞാൻ മറന്നുപോയി. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലേ ഉണ്ടായില്ല. വളരെ സ്നേഹത്തോടാണ് സംസാരിച്ചതും ഇടപെട്ടതും എല്ലാം. ഋഷിയോടാണെങ്കിലും എന്തൊരു കാര്യമായിരുന്നു. കുറേ സമയം ഋഷിയുടെ കൂടെ ഇങ്ങനെ കളിച്ചു നടന്നു. ഏതായാലും ഞാൻ ഓടിത്താർന്നെങ്കിലും ഋഷിക്ക് നല്ലൊരു ദിവസമായിരുന്നു. അവന്റെ സന്തോഷം കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു. ശരിക്കും ആ ചേട്ടനെയും ചേച്ചിയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടതാണ് കേട്ടോ ഏറ്റവും വലിയ സന്തോഷവും സർപ്രൈസും ഒക്കെ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് വളരെ സന്തോഷമായിരുന്നു. പെട്ടെന്നുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിന് ഒരു ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. പാർക്ക് ക്ലോസ് ആകാറായപ്പോഴേക്കും ചേട്ടൻ വന്നു. പിന്നെ ചേട്ടൻ അവരോടൊക്കെ സംസാരിച്ചു, പരിചയപ്പെട്ടു. ഞങ്ങൾ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു. പക്ഷെ അവർക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് അവർ വീട്ടിലോട്ടൊന്നും വന്നില്ല, തിരിച്ചു പോയി. ഋഷി അവർക്ക് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയാക്കി. തിരിച്ചു പോരുന്നതിന്റെ ഒരു വിഷമം ഋഷിക്കുണ്ട്. തിരിച്ചു വരുന്ന വഴി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി. അപ്പോൾ ഋഷിയുടെ ഫേവറേറ്റ് സാധനമാണ് ഐസ്ക്രീം. എവിടെ കണ്ടാലും ഋഷിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല, കുട്ടികളുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഒന്നും അങ്ങനെ വാങ്ങി കൊടുക്കാറില്ല. കുട്ടികളല്ലേ, വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഷുഗർ ഫ്രീ എന്ന് കണ്ടപ്പോൾ ഒരു ഐസ്ക്രീം എടുത്തു. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ 3 പേരും കൂടിയാണ് കഴിച്ചത്. അപ്പോൾ ഊഹിക്കാലോ ഋഷിക്ക് എത്ര കിട്ടിയെന്നുള്ളത്. ഇതുപോലെ മുൻപൊരു ദിവസവും പോയിരുന്നു, അതിന്റെ വീഡിയോ ആണ് ഇത്. അവിടെ കണ്ട കടുവയോടും പുലിയോടും ഒക്കെ ഋഷി വഴക്ക് കൂടുന്നുണ്ട്. വടിയൊക്കെ എടുത്തു തല്ലാൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ.